നമുക്ക് ഇപ്പൊ പഠിച്ച ബയോസവാർട്സിലൂടെ അപ്ലിക്കേഷനും അതിന് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. Determine magnetic field at the center of semicircular piece of wire with a radius of 0.20 meter. The current carried by the semicircular piece of wire is 150 ampere. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് സെമി സർക്കുലർ പീസ് ഓഫ് വയർ ആണ്. അതായത് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സർക്കുലർ ലൂപ്പ് ആയിരുന്നു. അത് ആ ഇക്വേഷന്റെ പകുതി ആയിട്ടുള്ള ഒരു ലൂപ്പാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സെമി സർക്കുലർ പീസ് ഓഫ് വയർ ആണ്. അങ്ങനെ 0.20 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സെമി സർക്കുലർ പീസ് ഓഫ് വയറിന് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ ഒരു വയറിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് 150 ആംപിയർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്ന ടേംസുകൾ ആദ്യം എടുത്തെഴുതാം. റേഡിയസ് ഈക്വൽ ടു 0.20 മീറ്റർ ആണ്. കറണ്ട് I ഈക്വൽ ടു 150 ആംപിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ഫുൾ സർക്കുലർ ലൂപ്പ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് സർക്കുലർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. μ0I ഡിവൈഡഡ് ബൈ 2R. ഇവിടെ നമുക്ക് സർക്കുലർ ലൂപ്പ് അല്ല, സെമി സർക്കുലർ ലൂപ്പ് ആണ്. സോ സെമി സർക്കുലർ ലൂപ്പിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ സെമി സർക്കുലർ ലൂപ്പ് അല്ലെ, രണ്ട് സെമി സർക്കുലർ ലൂപ്പ് കൂടി ചേർന്നാണ് ഒരു സർക്കുലർ ലൂപ്പ് ആവുന്നത്. സോ ഈ ഇക്വേഷനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് μ0I ഡിവൈഡഡ് ബൈ 4R ആയി മാറും. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് തന്ന ടേംസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ എങ്ങനെ മാറ്റാം? μ0I ഡിവൈഡഡ് ബൈ 4R. μ0 ബൈ 4π നമ്മൾ ഓൾറെഡി, അല്ലെങ്കിൽ μ0യുടെ വാല്യൂ നമുക്കറിയാം 4π ഇൻറ്റു 10⁻⁻⁷. സോ 4π ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു കറണ്ട് എത്രയാണ്? 150 ആണ്. 150 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു റേഡിയസ് 0.20 ആണ്. സോ ഈ 150 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 600 π ഇൻറ്റു 10⁻⁻⁷ എന്ന് കിട്ടും. 4 ഇൻറ്റു 0.20 ചെയ്താൽ നമുക്ക് 0.80 എന്ന് കിട്ടും. ഇത് എത്രയാ? ടെസ്ല മീറ്ററിലാണ്. ഇത് 0.80 മീറ്ററിലാണ്. സോ 600 π ഡിവൈഡഡ് ബൈ 0.80 ഇൻറ്റു 10⁻⁻⁷ ടെസ്ലയാണ്. 600 ബൈ 0.80 ചെയ്യുമ്പോൾ നമുക്ക് 750 π എന്ന് കിട്ടും. 750 π ഇൻറ്റു 10⁻⁻⁷ ടെസ്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.35 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താണ് കിട്ടിയത്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് സെമി സർക്കുലർ വയർ ആണ് 2.35 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല.